ഹലോ ഗൈസ്, ഇന്നത്തെ നമ്മളെ കഥ ഈ വെണ്ടക്ക മെഴുക്ക് വരട്ടിനെ ചുറ്റിപ്പറ്റിയിട്ടാണ് കേട്ടോ. ഈ വെണ്ടക്ക നമ്മളെ കണ്ടത്തിലുണ്ടായതാണ്, അച്ഛൻ ഉണ്ടാക്കിയതാണ്. അച്ഛന് കൃഷിയും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. രാവിലെ എണീച്ചിട്ടും വൈകുന്നേരം ഒക്കെ ഈ കൃഷിയും കാര്യങ്ങളായിട്ട് തന്നെയാണ് അച്ഛൻ ബന്ധപ്പെട്ടിട്ടുണ്ടാവാറ്. പിന്നെ ഇന്ന് നമ്മൾ പറിക്കാൻ പോകുന്നത് വെണ്ടയ്ക്കയാണ്. വെണ്ടയ്ക്കയും പയറും ചീരയും എല്ലാം ഉണ്ട് കേട്ടോ. പക്ഷേ ഇന്ന് നമ്മൾ വെണ്ടയ്ക്കയിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്. കുറേ വെണ്ടയ്ക്കയുണ്ട്. പിന്നെ അങ്ങനെ നമ്മൾ വെണ്ടക്ക അങ്ങനെ എനിക്ക് പറിക്കാൻ അറിയില്ലായിരുന്നത്, അങ്ങനെ അർച്ചേട്ടൻ പറഞ്ഞു പൊട്ടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളത് പൊട്ടിച്ചിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ നല്ല രസമല്ലേ രാവിലെ എണീച്ചിട്ട് ഇങ്ങനെ പറമ്പിലൂടെയൊക്കെ നടക്കുന്നത്, കണ്ടത്തിലൂടെയൊക്കെ നടക്കുന്നത്. ഫുള്ള് പച്ചപ്പ് തന്നെയാണ്, കണ്ണിനും മനസ്സിനും നല്ല കുളിർമ. അതിനൊക്കെ കിളികളെങ്ങനെ സൗണ്ടും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് വെണ്ടയ്ക്കൊക്കെ കിട്ടി നമുക്ക്. ഞാൻ വേറൊരു സാധനം കാണിച്ചു തരാം കേട്ടോ. ഞാനിത് അങ്ങനെ കണ്ടിട്ടൊന്നുമില്ല. കുത്തുകൂടുന്ന അതിനെ പായൽ, കുത്തുകൂട്, അതായത് മീനെ പിടിക്കാനൊക്കെ. ഇത് ഇവിടുത്തെ അർജുവേട്ടൻ്റെ അച്ഛൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. പിന്നെ നല്ല രസമുണ്ടല്ലോ കാണാൻ വേണ്ടിയിട്ട്. ഇത് ഇവിടുത്തെ പയർ ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് പയർ നമ്മൾ പറിച്ചിട്ടുണ്ടായിരുന്നില്ല. പയർ കുറച്ച് വീട്ടിൽ പറിച്ചതുണ്ട്. അങ്ങനെ നമ്മൾ കുളത്തിൽ അർജുവേട്ടനെ നമ്മൾ ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്തു. ഈ കുളത്തിൽ അച്ഛൻ കുളിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ വെണ്ടയ്ക്കൊക്കെ പറിച്ച് നമ്മൾ ഇറങ്ങി. അപ്പോൾ അതാ നമ്മളെ പ്ലാവിൽ ഇങ്ങനെ ചക്കയൊക്കെ ഇങ്ങനെ പിടിച്ച് വരുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ചക്കക്കാലമായാലും അറിയാമല്ലോ, എല്ലാ വീട്ടിലും അങ്ങനെ ആയിരിക്കും, ചക്ക കൊണ്ട് പല വിഭവമായിരിക്കും. അങ്ങനെ വീട്ടിലേക്ക് എത്തി. ഇതാണ് ഞാൻ പറഞ്ഞ പയർ, ഇന്നലെ പറിച്ച് വെച്ച പയർ. ഇന്നിപ്പം വെണ്ടക്ക മാത്രം ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഇന്ന് ഞാൻ പയർ പറിച്ചെടുക്കാണ്ടിരുന്നത്. പിന്നെ ഇപ്പം നേരത്തെ നിങ്ങൾ കണ്ട വെണ്ടക്ക വറവ് നമ്മളെ ഈ വെണ്ടക്ക കൊണ്ട് ഉണ്ടാക്കിയാണ് കേട്ടോ. നല്ല ടേസ്റ്റ്.